കേരളത്തിൽ ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. ഈ മുൻകാലങ്ങളിലും പല പ്രസിഡന്റുമാരും ഉണ്ടായിട്ടുണ്ട്. അവരിൽ നിന്ന് എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിന്? ബി.ജെ.പി അവരിലൂടെ വളർന്നിട്ടുണ്ടോ? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ പുതിയ ചില ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? നമ്മുടെ 2 ദിവസം 24, 25 2 സ്ഥാനാരോഹണങ്ങളാണ് നടന്നത്. 2025 മാർച്ച് 24 രാജീവ് ചന്ദ്രശേഖരൻ മിനിറ്റ് സീറ്റ് വാങ്ങിക്കൊണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റു. 2025 ഈ മാർച്ച് 25 24-ന് രാജീവ് ചന്ദ്രശേഖരൻ വന്നു. 25 ബെയ്റൂത്തിലെ ഈ യാക്കോബായ സഭയുടെ കത്തോലിക്ക ബാബയെ, പരിശുദ്ധ കത്തോലിക്ക ബാബയെ ജോസഫ് മാർ ഗ്രിഗോറിയോസ് അദ്ദേഹം സ്ഥാനമേറ്റു. അദ്ദേഹം ഈ ബെയ്റൂത്തിൽ സ്ഥാനമേറ്റത് അംശവടി ഏറ്റുവാങ്ങിച്ചുകൊണ്ടാണ്. എനിക്ക് രാജീവ് ചന്ദ്രശേഖരനോട് പറയാനുള്ളത്, മിനിറ്റ്സ് ബുക്കിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ബി.ജെ.പി നന്നാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അംശവടി കൈ വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റത്തില്ല. ചിലരെ തല്ലി പുറത്താക്കേണ്ടവരുണ്ട്, അവരെ തല്ലി തന്നെ പുറത്താക്കണം. ചിലരെ തല്ലി ബലം പ്രയോഗിച്ച് അതിൽ അകത്തോട്ട് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരേണ്ട ആളുകളുണ്ട്, അവരെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയണം. അപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖരന് ഇത് ഏറ്റെടുക്കുമ്പോൾ ഇതിന് മുന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. ഒരു പക്ഷേ അങ്ങേക്ക് ഓർമ്മ കാണും, നമ്മുടെയൊക്കെ ചെറുപ്പസമയത്ത് ഈ പത്രത്തിലൊരു പരസ്യം വരുവായിരുന്നു. എല്ലാ ചികിത്സകളും പരാജയപ്പെടുമ്പോൾ കാളൻ നെല്ലായി എന്ന് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ. എല്ലാ ചികിത്സയും പരാജയപ്പെടുമ്പോൾ കാളൻ നെല്ലായി. കാരണം എല്ലാ വൈദ്യന്മാരും പരാജയപ്പെടുമ്പോഴാണ് ഈ കാളം വൈദ്യനെ പോയി കണ്ട് ചികിത്സിച്ച് ഭേദമാകുന്നത്. അങ്ങനെ എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് ഇപ്പോൾ കാളം വൈദ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ബി.ജെ.പിയെ രക്ഷപ്പെടുത്താൻ. ഈ കേരളത്തിൽ ഈ കാളം വൈദ്യൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിന് മുമ്പുള്ള പ്രസിഡന്റുമാരെ നമ്മളൊന്ന്, എല്ലാവരെയും കൃത്യമായിട്ടില്ലെങ്കിൽ പോലും ചില പ്രസിഡന്റുമാരുടെ പേരുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പം സി കെ പത്മനാഭന് കണ്ണൂരിലെ സംഘർഷനിർഭരമായ രാഷ്ട്രീയത്തിലൂടെ ബി.ജെ.പിയെ നയിച്ചു കൊണ്ടുപോയ ആളാണ്. വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം. പക്ഷേ സി കെ പത്മനാഭന് കാര്യമായിട്ടൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് പത്മനാഭന് ഈ സകല അടിയും തടയും ഒക്കെ കണ്ണൂർ കളരിയിൽ പഠിച്ചു വന്ന പഴയ എസ് എഫ് ഐക്കാരനായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയാണ് സി കെ പത്മനാഭൻ പരാജയപ്പെട്ടത്? അദ്ദേഹം വിജയിച്ചൊരു പ്രസിഡൻ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരു പരാജയപ്പെട്ട പ്രസിഡൻ്റാണ് സി കെ പത്മനാഭൻ. അത് കഴിഞ്ഞ് പിന്നെ വന്ന ഒരാളാണ് പി മുകുന്ദേട്ടൻ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ആൾ. പി മുകുന്ദനെ, അദ്ദേഹം നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ആളായിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ പോലെ തന്നെ പാർട്ടിയിലെ തൻ്റെ പ്രതിയോഗികളെ നിഷ്കരണം ഒതുക്കുന്നതിലും അദ്ദേഹം ഇച്ഛാശക്തി കാണിച്ചു. അതോടുകൂടി ബി.ജെ.പിയിലെ വളരെ ഡെഡിക്കേറ്റഡായിട്ട് നിന്നിരുന്ന ഒരുപാട് നല്ല നേതാക്കന്മാരെ പി മുകുന്ദൻ നിഷ്കരണം ഒതുക്കി മാറ്റി എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അത് വ്യക്തിപരമായിട്ടൊക്കെ നമുക്കറിയാവുന്ന വസ്തുതകളാണ്. പിന്നീടുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പി മുകുന്ദൻ്റെ സമയത്താണ് ഈ വോട്ട് കച്ചവടം പ്രബലമായി വന്നത്. ഒരുപക്ഷെ അദ്ദേഹം കെ കരുണാകരനുമൊക്കെയുള്ള അടുത്ത ബന്ധം ഇതിനൊരുപാട് വിവാദമുണ്ടാക്കി. ബി.ജെ.പി വോട്ട് കച്ചവടം ചെയ്യുന്ന പാർട്ടിയാണ് എന്ന് വ്യാപകമായ ഒരാരോപണം, ശരിയാണോ തെറ്റാണെന്നുള്ളത് അവർക്കേ അറിയത്തുള്ളൂ, വ്യാപകമായ ഒരു ആരോപണം ഉണ്ടാകുന്നത് സി കെ പത്മനാഭൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. അതാണ് അദ്ദേഹം ഇച്ഛാശക്തി ഉണ്ടെങ്കിലും ഈ നോട്ട് കച്ചവടത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങൾ, അത് സത്യമായാലും അസത്യമായാലും കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നീട് വന്ന ഒരു നേതാവ്, ഞാൻ അതിൻ്റെ കൃത്യം ഹൈറാർക്കി വെച്ചല്ല പറയുന്നത്, വി മുരളീധരനാണ്. കേരളത്തിലെ ബി.ജെ.പി നേതാക്കന്മാരിൽ ഏറ്റവും ഭാഗ്യവാനായ ആൾ വി മുരളീധരനാണ്. ബമ്പർ ലോട്ടറി അടിച്ച ആളാണ്. അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ മോദി മന്ത്രിസഭയിൽ 5 വർഷം മന്ത്രിയായിരുന്നു. 5 വർഷം മന്ത്രിയായിരുന്നു. മോദി മന്ത്രിസഭയിൽ 5 വർഷം മന്ത്രിയായിരിക്കുന്ന ഒരാൾക്ക് ഇവിടെ ഷൈൻ ചെയ്യാൻ ഒരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? ഞാൻ കാണുന്ന ഒരു കാര്യം, കേരളത്തിലെ നേതാക്കന്മാരിൽ വല്ലാതെ ഈഗോ സെൻട്രിക് ആയിട്ടൊരു നേതാവാണ് വി മുരളീധരൻ.
താൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നൊരു നേതാവിന് തോന്നിയാൽ അതോടെ നേതാവിൻ്റെ അധപ്പതനം തുടങ്ങുകയാണ്. കാരണം വലിയ സംഭവം നേതാവിന് തോന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പബ്ലിക്കിനോട് അത് തോന്നുന്നുണ്ടായോ അദ്ദേഹം വലിയ സംഭവമാണെന്ന്. പബ്ലിക്കിനത് തോന്നിയില്ലെങ്കിൽ ഈ സംഭവം അസംഭവമായിട്ട് പോകും. അത്രയേ ഉള്ളൂ കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വല്ലാതെ ഈഗോ സെൻട്രിക് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്രാവശ്യം തന്നെ ആറ്റിങ്ങൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആറ്റിങ്ങൽ പരാജയപ്പെട്ടത്? സുരേഷ് ഗോപി ഒരു സിനിമാ താരം, അദ്ദേഹം തൃശ്ശൂർ ജയിച്ചപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായ നിർമ്മലാ സീതാരാമനെ ആറ്റിങ്ങൽ കൊണ്ടുവന്ന് വഴിയെ പോയി എല്ലാവർക്കും ലോൺ കൊടുത്തു. ഇനി ലോൺ കിട്ടാത്ത ആരുമില്ല അവിടെ. പോയി കഴിഞ്ഞാൽ ലോൺ കിട്ടിയിരിക്കും. അതായിരുന്നു അന്നത്തെ ഒരു സ്ഥിതി. ബാങ്കുകളിൽ നിർലോഭം ലോൺ കൊടുത്തു. വലിയൊരു ലോൺ മേള നടത്തി. പിന്നെ രണ്ടാമത് കാര്യം, അടൂർ പ്രകാശായിരുന്നു UDFൻ്റെ സ്ഥാനാർത്ഥി. അടൂർ പ്രകാശ് സകല ക്ഷേത്രങ്ങളിലും ക്ഷേത്രവിശ്വാസിയാണെങ്കിൽ അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്ന എങ്ങനെയെങ്കിലും ഒന്ന് ആറ്റിങ്ങൽ തോക്കണേന്നായിരുന്നു. കാരണം ആറ്റിങ്ങൽ തോറ്റെങ്കിൽ കോന്നി വന്ന് ജയിച്ച് മന്ത്രിയാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് അടൂർ പ്രകാശ്. കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് സാറേ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, അങ്ങേർക്ക് ഇവിടെ ഒന്നും പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു താല്പര്യമില്ല, പിന്നെ എങ്ങനെ ജയിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടൂർ പ്രകാശിന് ലഭിക്കാതെ പോയ വോട്ട് അല്ലെങ്കിൽ അടൂർ പ്രകാശിൻ്റെ വോട്ട് കഴിയുന്നതും മുരളീധരനിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാര്യം ഉപശാലകളിൽ കേൾക്കുന്നതും നമുക്ക് അത്യാവശ്യം വ്യക്തിബന്ധങ്ങളും രാഷ്ട്രീയ നിരീക്ഷണവും ഒക്കെയുള്ള ആളുകളല്ലേ നമ്മളൊക്കെ. അപ്പം എന്നിട്ട് പോലും ഈ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് വി മുരളീധരന് അവിടെ ജയിക്കാൻ പറ്റിയില്ല. തോക്കാൻ നിന്ന അടൂർ പ്രകാശിന് ആളുകൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയാണ് ചെയ്തത്. എനിക്ക് വോട്ട് വേണ്ടായി എന്ന് പറഞ്ഞ് ഓടി അടൂർ പ്രകാശിന് അത് പറ്റത്തില്ല, ഈ വോട്ടോടെ കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞ് അടൂർ പ്രകാശിനെ അവിടെ ജയിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുരളീധരനെ ഒരു പൊതു സമൂഹം അംഗീകരിക്കുന്ന നേതാവായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആറ്റിങ്ങൽ ജയിക്കാമായിരുന്നു. മുരളീധരൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ അദ്ദേഹത്തിൻ്റെ ഈഗോയാണ്. ആ ഈഗോ ഒന്നും കേരളത്തിലെ ജനങ്ങളെടുക്കത്തില്ല. ഈഗോ എടുത്ത എല്ലാ നേതാക്കന്മാരെയും നമുക്കറിയാം പബ്ലിക്കിൻ്റെ മുന്നിൽ അപഹാസ്യരായിട്ട് പോയി എന്നുള്ളതല്ല. അപ്പം കേരളത്തിലെ ജനങ്ങൾ വളരെ വിനയത്തോടെ വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥത്തോടെ ഇടപെടുന്ന ആളുകളെയാണ് കാണുന്നത്. തന്നെ കാണാൻ ഒരാൾ വന്നാൽ അത് തൻ്റെ മുന്നിലേക്ക് വരുന്ന ആളുകളൊക്കെ തന്നേക്കാൾ ചെറുതാണെന്നൊരു നേതാവിന് തോന്നി തുടങ്ങിയാൽ നേതാവിൻ്റെ അധപതനം തുടങ്ങും. അദ്ദേഹം കേന്ദ്രമന്ത്രി അല്ല, ഏത് മന്ത്രിയായിരുന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. ദേവഗൗഡ പ്രധാനമന്ത്രിയായിരുന്നില്ലേ, അവിടെ തന്നെ കർണാടകത്തിൽ എന്താ ദേവഗൗഡയുടെ സ്ഥാനം? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇരിക്കുന്ന സ്ഥാനമല്ല, ആ സ്ഥാനത്തിനെ എങ്ങനെ ഉപയോഗിക്കാം, ആ സ്ഥാനം ഉപയോഗിച്ച് എങ്ങനെ പബ്ലിക്കിന് പിന്നെ പ്രയോജനകരമായ കാര്യങ്ങൾ, അതാണ് പബ്ലിക് എടുക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ഭാഗ്യവാനായ വി മുരളീധരൻ വളരെ നിർഭാഗ്യവാനായ ഒരു നേതാവായിട്ട് അദ്ദേഹത്തിന് ഒരു ടൈം അവസാനിപ്പിച്ച് പോകേണ്ടി വന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹം പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകും എന്നുള്ളൊരു നിലയിലേക്ക് ചർച്ച വന്നപ്പോൾ പൊതുസമൂഹം പറഞ്ഞത് BJP പിന്നെയും നശിക്കാൻ പോകുന്നതാണ്. അദ്ദേഹത്തിന് ഒരിക്കലും പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നില്ല BJPയുടെ നേതാവായിട്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. നല്ലൊരു നേതാവാണെങ്കിൽ വരട്ടെ, നല്ല കാര്യമല്ലേ എന്ന് പറയും. അതുണ്ടായില്ല. ഈ മുരളീധരന് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഈഗോ തന്നെ അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞ ഒരു ഇമേജ്. അദ്ദേഹത്തിൻ്റെ ഈഗോ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ തകർത്ത് കളഞ്ഞു. അതാണ് മുരളീധരൻ്റെ കാര്യത്തിൽ പറ്റിയത്. പിന്നെ വന്നൊരു നേതാവ് PS ശ്രീധരൻപിള്ളയാണ്. PS ശ്രീധരൻപിള്ള കുമ്മനം ഉണ്ടായിരുന്നു അല്ല, അത് പിന്നാണ്. PS ശ്രീധരൻപിള്ള വരുമ്പോഴേ ശ്രീധരൻപിള്ളയുടെ ഒരു പ്രത്യേകത, ശ്രീധരൻപിള്ള വളരെ സൗമ്യനാണ്, എല്ലാവരുടെയും നന്നായിട്ട് പെരുമാറുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ ശക്തമായൊരു ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ തടസ്സമുള്ളവനെ പുറത്താക്കണം, അതാ ചെയ്യേണ്ടത്. പാർട്ടിയെ തൻ്റെ ലക്ഷ്യമനുസരിച്ച് പാർട്ടിയെ കൊണ്ടുപോകാൻ ഒരു പാർട്ടിയെ ബിൽഡപ്പ് ചെയ്യുന്നതിനകത്ത് PS ശ്രീധരൻപിള്ള പരാജയപ്പെട്ടു. പാർട്ടിയെ ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കേഡർ പാർട്ടിയാണ്. ഇപ്പോൾ അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം നടന്നപ്പോൾ പിണറായി വിജയനിലേക്ക് പാർട്ടി വന്നു. പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് പിണറായി വിജയനെ CPM-നെ കയ്യിലെടുത്തത്. എന്നാൽ മറ്റാർക്കും കഴിയാതെ പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. ധീരവും സാഹസികവുമായ തീരുമാനമെടുത്ത് കേന്ദ്ര നേതൃത്വത്തിനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ കൺവിൻസ് ചെയ്യണം. ആരും ഈ പാർട്ടിയിൽ അനിവാര്യമല്ല എന്ന് മനസ്സിലാക്കി, അനിവാര്യരല്ല ഒരാളും, അത് അദ്ദേഹം മനസ്സിലാക്കി കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ പോകുവാൻ. പക്ഷേ അദ്ദേഹത്തിന് ഒരു സമവായത്തിൻ്റെ ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ചെയ്ത് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ക്രൈസ്തവ സഭയെ BJP-യുമായിട്ട് ചേർത്ത് നിർത്തിയതിൽ വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. PS ശ്രീധരൻപിള്ളയ്ക്ക് അത് മഞ്ഞുരുകിയത് ആ കാലഘട്ടത്താണ്. അതുവരെ ക്രൈസ്തവർ RSS ക്രൈസ്തവരെ തകർക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നും അവർ പള്ളി പൊളിക്കുമെന്നും അവർ ഈശ്വരവിശ്വാസത്തെ അവരുടെ വിശ്വാസത്തെ തകർക്കും എന്നൊക്കെയുള്ള ഒരു ധാരണ ക്രൈസ്തവരുണ്ടായിരുന്നു. ഈ സെൻട്രൽ ട്രാവൻകൂറുകാരനായതിൻ്റെ ഒരു ഗുണമാണെന്ന് തോന്നുന്നു. ആ സെൻട്രൽ ട്രാവൻകൂറുകാരൻ്റെ ഒരു ഗുണമാണ് ക്രൈസ്തവരെ ഇങ്ങോട്ട് ചേർത്ത് നിർത്തുന്നതിൽ. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലൊന്നും കടന്നു വന്നിട്ടില്ലെങ്കിലും ബാലശങ്കർ എന്ന് പറഞ്ഞ ഒരാൾ ഡൽഹിയിലുണ്ട്, ചെങ്ങന്നൂർക്കാരനാണ്.
അദ്ദേഹവും ക്രൈസ്തവ സഭയായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അപ്പോൾ ബാലശങ്കരനും പി ശ്രീധരൻപിള്ളയൊക്കെ ഉറപ്പിച്ച ഒരു അടിത്തറയുണ്ട്. അതിലേക്ക് പാർട്ടിയെ കെട്ടിപ്പൊക്കിക്കൊണ്ട് പോയാൽ മതി. എന്തായാലും ശരി, ക്രൈസ്തവ സഭകളെ BJPയെ അസ്പൃശ്യരായി കരുതിയിരുന്ന ക്രൈസ്തവരെ BJPയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ശ്രീധരൻപിള്ളയാണ്. പിന്നെ വന്ന കുമ്മനം രാജശേഖരനാണ്. കുമ്മനം രാജശേഖരനെ ഡൗൺ ടു എർത്താണ്, മഹാമുനിയാണ്, ഋഷിയാണ്, സന്യാസിയാണ്. പക്ഷേ സന്യാസിക്ക് രാഷ്ട്രീയം പറ്റില്ല. അദ്ദേഹത്തിന് ആരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ജനറലാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? മഹാത്മാഗാന്ധിക്കൊന്നും പറ്റുകയില്ല. കുമ്മനത്തിന് അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല വ്യക്തികളിലെ 5 പേരെ പറഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന പേര് കുമ്മനം രാജശേഖരൻ്റെ പേരായിരിക്കും. വലിയ ലാളിത്യത്തിനുള്ള വലിയ ലാളിത്തോളം, ഒരു ജാടയില്ല, ഒരു അഹങ്കാരവുമില്ല, ഈഗോ എന്ന് പറഞ്ഞാൽ തൊട്ട് തെറിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ BJPയെ കൊണ്ടുപോകാൻ പറ്റില്ല. BJP സകല കുഴപ്പങ്ങളും കിടക്കുന്ന സ്ഥലമാണ്. കല്ലുകാരുടെ കാഞ്ഞിരക്കുറ്റിയും മുള്ളുമുരുട് മൂർക്കൻ പാമ്പും നിറഞ്ഞ പാതയിലൂടെയാണ് BJP പ്രസിഡന്റ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് അത് പറ്റാതെ പോയി. കാരണം അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കഴിയും. ഒരാൾക്ക് ഈഗോ സെൻട്രിക് ആയതുകൊണ്ട് നടന്നില്ല, ഒരാൾ ഡൗൺ ടു എർത്ത് ആയതുകൊണ്ട് നടന്നില്ല. അപ്പോൾ ആശാൻ്റെ നെഞ്ചത്തോ കളരിക്ക് പുറത്തുമായിട്ട് നിന്നാൽ പറ്റില്ല, കൊണ്ടുപോകണം. പിന്നെ വന്ന പ്രമുഖനായ ആളെന്ന് പറയുന്നത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ കെ സുരേന്ദ്രൻ മല പോലെ വന്നു, എരി പോലെ പോയി. ഇതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത്. രാജീവ് ചന്ദ്രശേഖരൻ പഠിക്കേണ്ടത് തൻ്റെ മുൻഗാമികൾക്ക് അവരുടെ സ്ട്രെങ്ത് എന്തായിരുന്നു, അവരുടെ വീക്ക്നെസ് എന്തായിരുന്നു, അവരുടെ മുന്നിലുള്ള അവസരങ്ങൾ എന്തായിരുന്നു, അവർ നേരിടേണ്ടി വന്ന ഭീഷണികൾ എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായി ഒരു ഷോർട്ട് അനാലിസിസ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംസ്ഥാന BJPയുടെ പ്രസിഡൻ്റായിട്ട് വിജയിക്കാൻ കഴിയും. കാരണം അത്രമാത്രം ഗ്രൂപ്പ് വഴക്കുകളും അത്രമാത്രം അന്തഛിദ്രങ്ങളുള്ള ഒരു പാർട്ടിയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അത്ര എളുപ്പമല്ല. ഞാനീ പറഞ്ഞ പോലെ തൻ്റെ മുൻഗാമികളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും വളരെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് ആവശ്യമില്ലാത്ത ഉപദേശകരെയൊക്കെ മാറ്റി നിർത്തി കാര്യം വ്യക്തിപരമായി പഠിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലെ BJPയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഈ പരാജയപ്പെട്ട അല്ലെങ്കിൽ പകുതി വിജയിച്ച ഒക്കെ പ്രസിഡന്റുമാരുടെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നേട്ടം എന്തായാലും ശരി, അത് നരേന്ദ്രമോദിക്കുള്ളതാണ്. ഇവിടുത്തെ നേതാക്കന്മാർക്ക് ആർക്കും ഒന്നും അവകാശപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആരെങ്കിലും അഭിമാനിക്കുന്നെങ്കിൽ അത് വളരെ വൃഥാ ഉള്ള ഒരു അവകാശവാദത്തിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് പോകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.